നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് അന്വേഷണം അതിവേഗത്തിലാക്കാൻ. ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിലെ ഡിവൈഎസ്പി ഷാജിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർമാരായ സാഗർ, സാജൻ, സൈബർ ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ ഷിനോജ് എന്നിവരും സംഘത്തിലുണ്ട്. വനിതാ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുകയാണ്. അന്വേഷണ സംഘം ശനിയാഴ്ച പ്രത്യേക യോഗം ചേരും. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും വെളിപ്പെടുത്തൽ നടത്തിയ 3 പേരുടെ മൊഴിയാണ് ആദ്യം രേഖപ്പെടുത്തുക. ഞായറാഴ്ച മുതൽ മൊഴിയെടുക്കൽ ആരംഭിക്കും. ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ച സംഭവത്തിലെ പെൺകുട്ടിയുടെയും മൊഴിയെടുക്കും. അതിജീവിതകൾ മൊഴി നൽകാൻ സന്നദ്ധത അറിയിച്ചതായാണ് വിവരം. നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു, ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി, സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു, സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തത്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിനാണ് രാഹുലിനെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ ലഭിച്ച പരാതികൾ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷാജിക്ക് കൈമാറിയിട്ടുണ്ട്. ഇതനുസരിച്ച് പരാതിക്കാരായ 6 പേരിൽ നിന്നും മൊഴിയെടുക്കുകയും ചെയ്യും. ഈ 6 പേരുടെ മൊഴിയാണ് രാഹുലിന്റെ ഭാവി തീരുമാനിക്കുന്നതെന്ന് ചുരുക്കം. പരാതിക്കാരോട് കൈവശമുള്ള തെളിവുകളെല്ലാം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകും. ആരോപണം ഉന്നയിച്ചവർ ആരും തന്നെ ഇതുവരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല എന്നതും രാഹുലിന് അനുകൂലമാകുന്ന കാര്യങ്ങളാണ്. നിലവിലെ പരാതിക്കാരുടെ മൊഴി പ്രകാരം വെളിപ്പെടുത്തൽ നടത്തിയവരെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനാണ് പോലീസിന്റെ ശ്രമം. സൈബർ തെളിവുകളും പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിനായി സൈബർ ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന ആരോപണം അതീവ ഗൗരവമുള്ളതാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പ്രതികരിച്ചിരുന്നത്. ഗർഭം ധരിച്ച സ്ത്രീയെ കൊന്നു കളയുമെന്ന് പറയുന്നതൊക്കെ വലിയ ക്രിമിനൽ രീതിയാണ്. എത്ര നാൾ രാഹുലിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല. ചില കാര്യങ്ങളൊക്കെ ചില ഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ബാക്കി കാര്യങ്ങൾ സമൂഹം തീരുമാനിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാന്യതയും ധാർമ്മികതയുമുണ്ട്. അത് നഷ്ടപ്പെടുന്നെന്ന മനോവ്യഥ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നും പിണറായി പറഞ്ഞിരുന്നു. തെറ്റായ നിലയിൽ പ്രൊമോട്ട് ചെയ്യാൻ ചിലർ ശ്രമിച്ചെന്ന വാദമുണ്ട്. പ്രതിപക്ഷ നേതാവ് പ്രകോപിതനായി എന്തെല്ലാമോ വിളിച്ചു പറയുകയാണ്. മുതിർന്ന നേതാക്കളുടെ വരെ അഭിപ്രായം കേട്ട് പ്രതികരിക്കണമായിരുന്നു. രാഷ്ട്രീയത്തിനും പൊതുപ്രവർത്തനത്തിനും അപമാനമുണ്ടാക്കുന്നവരെ സംരക്ഷിക്കുന്ന രീതി ഉണ്ടാകില്ല. രാഹുലിനെതിരായ ആരോപണത്തിൽ നിയമപരമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസെടുത്തത്. അതേസമയം യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചു എന്ന കേസിൽ KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി. ജില്ലാ സെക്രട്ടറി ഏഴംകുളം സ്വദേശി മുബിൻ ബിനുവിൻ്റെയും അടൂരിലെ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും വീടുകളിൽ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ഉച്ചവരെയായിരുന്നു റെയ്ഡ്. മുബിൻ ബിനുവിൻ്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. 2023 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ രാഹുൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി എന്ന പരാതിയിൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്.